എല്ലാ പ്രൊജക്ടേഴ്സും ഹോം സിനിമ പ്രൊജക്ടേഴ്സാണ്? ഡെഫിനറ്റ്ലി അല്ല. ഇന്നത്തെ ഒരു മാൽ പ്രാക്ടീസാണ് ഈ ലിവിംഗ് റൂം പ്രൊജക്ടേഴ്സ് എടുത്തിട്ട് ഈ ഹോം സിനിമ പ്രൊജക്ടേഴ്സിലേക്ക് ആണെന്ന് കരുതി അത് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നത്. കാരണം ഈ ലിവിംഗ് റൂം പ്രൊജക്ടേഴ്സ് വളരെ ചീപ്പ്ലി അവൈലബിൾ ആണ്. ഈവൻ അതൊരു ലേസർ സോഴ്സ് ആണെങ്കിൽ കൂടെ അതിൻ്റെ കോൺട്രാസ്റ്റ് റേഷ്യോ, അതിൻ്റെ കളർ റേഞ്ച് എല്ലാം വളരെ പരിമിതമാണ്. ഹോം സിനിമ പ്രൊജക്ടേഴ്സിന് കോൺട്രാസ്റ്റ് റേഷ്യോയും അതുപോലെ തന്നെ കളർ റേഞ്ചിൻ്റെ വൈഡ് കളർ റേഞ്ചും നിർബന്ധമായിട്ടുള്ളൊരു ഘടകമാണ്. പക്ഷേ ഈ ലിവിംഗ് റൂം പ്രൊജക്ടേഴ്സിന് ഇത് രണ്ടും ഉണ്ടാകത്തില്ല. അതിന് ആക്ച്വലി ഒരുപാട് ലൂമൻസ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഈവൻ അതൊരു ലൈറ്റ് സോഴ്സ് ആയിരിക്കും. അപ്പോൾ ക്ലയൻറ്റ് ഓട്ടോമാറ്റിക്കലി കരുതും അത് നല്ല പ്രൊജക്ടറാണ്, കാരണം ലൂമിനസ് കൂടുതലുണ്ട്, അല്ലെങ്കിൽ ലേസർ സോഴ്സ് ആണ്, അതുപോലെ തന്നെ പ്രൈസ് കുറവുണ്ട്, അപ്പോൾ അത് നമുക്ക് ഹോം സിനിമയിലേക്ക് ഇൻറ്റിഗ്രേറ്റ് ചെയ്യാമെന്നുള്ളത്. പക്ഷേ ഇതൊരു വളരെ വലിയൊരു തെറ്റാണ്. ഒരു നല്ല കോൺട്രാസ്റ്റ് റേഷ്യോ ഇല്ല, അല്ലെങ്കിൽ നല്ലൊരു കളർ റേഞ്ച് ഇല്ല എങ്കിൽ ഒരു നല്ല പടം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധ്യമല്ല. അപ്പോൾ എപ്പോഴും ലിവിംഗ് റൂം പ്രൊജക്ടേഴ്സ് എല്ലാം ഒഴിവാക്കുക, ഹോം സിനിമ പ്രൊജക്ടേഴ്സ് മാത്രം ഹോം സിനിമയിലേക്ക് ഇൻറ്റിഗ്രേറ്റ് ചെയ്യാം. ഈ ലിവിംഗ് റൂം പ്രൊജക്ടേഴ്സ് എന്താണ്, അല്ലെങ്കിൽ ഹോം സിനിമ പ്രൊജക്ടേഴ്സിൻ്റെ ഒക്കെ ഡിഫറൻസ് അറിയണമെങ്കിൽ ഡയറക്റ്റ് SH ഡിജിറ്റൽ മീഡിയയിലേക്ക് നിങ്ങൾക്കൊന്ന് കോൾ ബാക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങളുടെ ബ്ലോഗൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് സാധിക്കും.